എന്താ ഇവിടെ പ്രശ്നം? സാവിത്രിയുടെ മകന് വയ്യാത്തതുകൊണ്ട് അവർക്ക് ആശുപത്രിയിലേക്ക് പോകേണ്ടി വന്നു സർ. അവർക്ക് പകരം പാറുവിനെ മെഷീനിൽ ഇരുത്താന്ന് കരുതിയപ്പോ കരുണാകരൻ സാറ് സമ്മതിക്കുന്നില്ല. പാർവതി തച്ചാൽ എന്താ കുഴപ്പം? ഇവൾക്ക് തയ്ക്കാനുള്ള വിവരമൊന്നും ഇല്ല സാറേ. ഇത്ര വില കൂടിയ മെറ്റീരിയൽസ് ഇവൾക്ക് തയ്യൽ പഠിക്കാൻ വേണ്ടി ഇട്ട് കൊടുക്കണോ? കരുണാകരൻ പറയുന്നത് ശരിയല്ലേ? പാർവതിക്ക് ഇത് തയ്ച്ചിട്ടുള്ള പരിചയമൊന്നുമില്ലല്ലോ. എനിക്ക് അനുഭവം ഇല്ലെന്ന് ആരാ സാർ പറഞ്ഞത്? വർഷങ്ങളായിട്ട് ഗ്രാമത്തിൽ ഞാൻ തുന്നുന്നതാ. എല്ലാ തരം ഡ്രസ്സുകളും തയ്ച്ച് എനിക്ക് നല്ല ശീലമുണ്ട്. നിന്റെ പട്ടിക്കാട്ടി തയ്ക്കുന്ന പോലെയല്ല ഇവിടുത്തെ കാര്യം. നിന്റെ നാട്ടിലുള്ളവര് എന്ത് തയ്ച്ചു കൊടുത്താലും പരാതിയില്ലാതെ ഇടുവായിരിക്കും. പക്ഷേ ഇവിടെ അങ്ങനെ അല്ല. എല്ലാത്തിനും ഒരു പെർഫെക്ഷൻ വേണം. ഇതറിയാവുന്നതുകൊണ്ടാ ഞാൻ ഇവളെ മെഷീനിൽ ഇരിക്കാൻ സമ്മതിക്കാത്തത്. പാർവതി വന്നപ്പോ അനുഭവം കുറവായിരുന്നു എന്ന് ഇരിക്കട്ടെ, ഇത്രയും കാലം ഇവിടെ ജോലി ചെയ്തോണ്ട് ഇവള് കുറെ പഠിച്ചാണല്ലോ. എന്നിട്ട് എന്തുകൊണ്ടാ കരുണാകരൻ പാർവതിയെ മെഷീനിൽ ഇരുത്താത്തത്? ഇവൾക്ക് അതിനുള്ള വിവരമുണ്ടെന്ന് എനിക്ക് തോന്നണില്ല സാറേ. ഇതൊക്കെ വെറുതെ പറയുന്നതാണ് സർ. ശരിക്കുള്ള കാരണം ഇതൊന്നും അല്ല. പിന്നെന്താ പ്രിയൻ കാരണം? പാറു കമ്പനിയിൽ ചേരുന്നതിന് മുമ്പ് കരുണാകരൻ സാറുമായിട്ട് പുറത്ത് വെച്ചൊരു പ്രശ്നം ഉണ്ടായി. ഇയാള് ചെയ്ത ഒരു തെറ്റിനെ ചോദ്യം ചെയ്തതിന് ഇത്രയും കാലം ഇയാള് പാറുവിനെ ഈ കമ്പനിയിലിട്ട് ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പാറുവിനെ ഇയാൾ എത്രമാത്രം ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയില്ലേ? കൈലാഷ് സാറിനോട് പറ. പാറുവിനെ സാർ ഒരുപാട് ടോർച്ചർ ചെയ്തിട്ടുണ്ട്. പ്രിയൻ പറഞ്ഞത് സത്യമാ. എന്താണോ ഇത്? ഗ്രാമത്തിൽ നിന്നും പാർവതിയെ പോലെ ഒരു പെൺകുട്ടി നമ്മുടെ കമ്പനിയെ വിശ്വസിച്ചാണ് വന്നത്. അവളോട് ഇങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്. റോട്ടിൽ വെച്ച് നടന്ന കാര്യം ഞാൻ അന്ന് തന്നെ വിട്ടുകളഞ്ഞു സാറേ. ഇവൾക്ക് ജോലി അറിയാത്തതുകൊണ്ട് ഞാൻ ചീത്ത പറഞ്ഞു. അതാണ് ഇവരിപ്പോ ടോർച്ചിൽ ലൈറ്റ് എന്നൊക്കെ പറയുന്നത്. ഇതൊക്കെ സംസാരിക്കാനുള്ള സമയമാണോ ഇത്? കമ്പനിയുടെ പ്രൊഡക്ഷൻ നിർത്തിവെച്ചിരിക്കുകയല്ലേ? ശരിയാ, ഇത്രയും വില കൂടിയ മെറ്റീരിയൽ ആയതുകൊണ്ട് പാർവതി ഈ ജോലി ഏൽപ്പിക്കാണ്ടിരിക്കുന്നതാണ് നല്ലത്. പ്രിയൻ, എന്താ നിന്റെ അഭിപ്രായം? പാറു നന്നായിട്ട് തയ്ക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് സർ. കരുണാകരൻ സാറിന് സംശയം ഉണ്ടെങ്കിൽ അവളുടെ കഴിവ് പരീക്ഷിച്ച് നോക്കട്ടെ. അവള് കഴിവ് തെളിയിച്ച ഈ കോൺട്രാക്റ്റിൽ മാത്രമല്ല ഈ കമ്പനിയിൽ സ്ഥിരമായിട്ട് ടൈലർ ആക്കാന്ന് കരുണാകരൻ സാർ പറയട്ടെ. സാറേ, ഈ കമ്പനിയിലെ ഏറ്റവും മോശം ടൈലറെ ദാ സൗന്ദര്യ. ഞാൻ എപ്പോഴെങ്കിലും തയ്ക്കുന്നത് സാർ കണ്ടിട്ടുണ്ടോ? പിന്നെ എങ്ങനെയാ എനിക്ക് തയ്ക്കാൻ അറിയില്ല എന്ന് തീരുമാനിച്ചത്? എനിക്ക് സൗന്ദര്യയുടെ അത്ര പോലും തയ്ക്കാൻ അറിയില്ല എന്നല്ലേ സാറ് പറഞ്ഞത്? ഈ കമ്പനിയില് ഏറ്റവും നന്നായിട്ട് തയ്ക്കുന്നത് ആരാണെന്ന് സാറ് പറ. അവരെക്കാൾ നന്നായി ഞാൻ തയ്ച്ചു കാണിച്ചു തരാം. ഞാൻ എന്റെ കഴിവ് തെളിയിച്ചില്ലെങ്കിൽ പിന്നെ എന്നെ ഒരിക്കലും മെഷീന്റെ മുന്നിൽ ഇരുത്തണ്ട. ജീവിതകാലം മുഴുവൻ ഞാൻ ഈ കമ്പനിയിൽ അടിച്ചു വാരിക്കൊള്ളാം. മതിയോ? എന്താ കരുണാകരൻ സാർ, പാർവതിയുടെ വെല്ലുവിളി ഏറ്റെടുക്കുന്നുണ്ടോ? ഉറപ്പായും സാർ. ഇവളെ പോലുള്ള ഒറ്റയെ പേടിച്ച് പിന്മാറേണ്ട ഗതികേടൊന്നും ഈ കരുണാകരനില്ല.